മാധ്യമങ്ങൾ റഹീം എം പിയുടെ മുമ്പിലേക്ക് കോലുമെടുത്തുകൊണ്ട് പോവുകയാണ്. എന്തിനാണ് പോകുന്നത്? അതായത് മനു തോമസ് എന്ന് പറയുന്ന കണ്ണൂരിലെ ജില്ലാ കമ്മിറ്റി അംഗവും DYFIയുടെ മുൻ ജില്ലാ പ്രസിഡന്റുമായ മനുവിൻ്റെ പേരിൽ ഒരു വ്യാജ വാർത്ത നിർമ്മിച്ചിരുന്നല്ലോ. അത് ആളിക്കത്തിക്കാൻ വേണ്ടി റഹീം എം പിയുടെ മുമ്പിലേക്ക് മാധ്യമങ്ങൾ ചെല്ലുകയാണ്. കണക്കിന് കിട്ടിയെന്ന് പറഞ്ഞാൽ പോരാ, അടിച്ചൊട്ടിച്ച് വിട്ടിട്ടുണ്ട്. ഈ കണ്ണൂരിലെ ഇന്നത്തെ പാർട്ടി പ്രസിഡന്റിനെ പുറത്താക്കിയത്, കണ്ണൂർ ജില്ലാ പ്രസിഡന്റിനെ പാർട്ടി ആധിപത്യം പുതുക്കാത്തതിന് പുറത്താക്കിയത് DYFI ജില്ലാ പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹം പാർട്ടിക്കെതിരെ കുറച്ച് ആരോപണങ്ങളിലൂടെ ഉന്നയിച്ചിട്ടുണ്ട്. നിലവിൽ ഈ പാർട്ടി ഈ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായിട്ടൊക്കെ അഫിലിയേറ്റഡ് ആണെന്നുള്ള രീതിയിൽ ഈ ആരോപണങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? അല്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പാർട്ടി ജില്ലാ സെക്രട്ടറിയെ സംബന്ധിച്ച് മറുപടി ഞാൻ പറയേണ്ട കാര്യമില്ല. കേൾക്കുന്നത് അത് സംബന്ധിച്ച് അദ്ദേഹം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി കൊടുത്തൊരു പരാതിയെ സംബന്ധിച്ചിട്ടാണ് ഞാൻ വാർത്ത കണ്ടത്. അത് അവിടെ പാർട്ടി ജില്ലാ സെക്രട്ടറി പ്രതികരിക്കും, ഞാൻ പ്രതികരിക്കേണ്ട കാര്യമല്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ വെറുതെ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട. നിങ്ങൾ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും യഥാർത്ഥ വിദ്യാർത്ഥികളുടെയും രക്ഷകർത്താക്കളുടെയും എല്ലാം ബാധിക്കുന്ന ഗൗരവ സ്വഭാവമുള്ള പ്രശ്നങ്ങളിൽ നിന്നും വഴിതിരിച്ചു വിടാനും ദയവായി ശ്രമിക്കരുത്. പറയട്ടെ. നിങ്ങൾ അനാവശ്യമായ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരേണ്ടതില്ല. നിങ്ങളിത് സംബന്ധിച്ച് ക്ലാരിറ്റിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് സംബന്ധിച്ച് CPMൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി അത് സംബന്ധിച്ചാണല്ലോ പറഞ്ഞത്. അപ്പോൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറി മറുപടി പറയേണ്ടതുണ്ടെങ്കിൽ അദ്ദേഹം അത് പറയും. അത്ര പ്രാധാന്യമേ അതിൽ കാണുന്നുള്ളൂ, മറ്റൊന്നും കാണുന്നില്ല. പാർട്ടി ജില്ലാ സെക്രട്ടറി അല്ല, അത്ര പ്രാധാന്യമേ അതിൽ ഞാൻ കാണുന്നുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ CPMൻ്റെ ജില്ലാ സെക്രട്ടറി അല്ലല്ലോ. CPMൻ്റെ ജില്ലാ സെക്രട്ടറി അത് സംബന്ധിച്ച് പറയട്ടെ. അല്ല, DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഇപ്പോൾ ഞാനത് ഇപ്പോൾ പ്രതികരിക്കേണ്ട യാതൊരു പ്രാധാന്യവും ആരോപണത്തിൽ ഞാൻ കാണുന്നില്ല. അത് CPIMൻ്റെ ജില്ലാ സെക്രട്ടറി പറയേണ്ടതുണ്ടെങ്കിൽ അദ്ദേഹം അത് മറുപടി പറയും. അത്ര പ്രാധാന്യമേ ഉള്ളൂ. നിങ്ങൾ DYFIയെ സംബന്ധിച്ചും DYFIയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും വളരെ കൃത്യമായി ഈ നാടിനറിയാം. അത് വളരെ ആത്മാർപ്പണത്തോടുകൂടി, വളരെ ആത്മസമർപ്പണത്തോടുകൂടി നിസ്വാർത്ഥമായ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയും ത്യാഗനിർഭരമായ പ്രവർത്തനത്തിൻ്റെയും എല്ലാം ഒരിടമാണ് DYFI. എത്രയോ സന്ദർഭങ്ങളിലാണ് ഇപ്പോൾ KPCCയുടെ അധ്യക്ഷൻ പോലും DYFIയെ മാതൃകയാക്കണം വിവിധ കാര്യങ്ങളിൽ, ഞങ്ങളുടെ വിവിധ ക്യാമ്പയിനുകളെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് DYFIക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ പോറൽപ്പിക്കാൻ നിങ്ങളാരും ശ്രമിക്കേണ്ടതില്ല. ഞങ്ങൾക്ക് ജനങ്ങളിലും കേരളത്തിലെ ലക്ഷോപലക്ഷം യുവജനങ്ങളിലും വലിയ വിശ്വാസമാണുള്ളത്. അവർക്ക് ഞങ്ങളിലും വിശ്വാസമാണ്. അല്ല, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. നിങ്ങൾ പരാതിയും ആക്ഷേപവും ആർക്കും ഉന്നയിക്കാമല്ലോ. അത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കാര്യം ഞാനത് വളരെ വ്യക്തമായി പറഞ്ഞു. ഞാൻ മറുപടി പറയേണ്ട കാര്യമല്ല. DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ്, അഖിലേന്ത്യാ നേതൃത്വം മറുപടി പറയേണ്ട ഒരു വിഷയമല്ല അത് സംബന്ധിച്ച് എന്ത് കാര്യമുണ്ടെങ്കിലും അത് അവിടെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവർ പറയട്ടെ. ഞാനത് മറുപടി പറയേണ്ട കാര്യമല്ല. തീർന്നില്ല സാർ, ഞാൻ മറുപടി ഒരു കാര്യത്തിൽക്ക് ഞാൻ മറുപടി പറയേണ്ട കാര്യമല്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊക്കെ ചിത്രം കാണിക്കട്ടെ. പിന്നെ നിങ്ങൾ അതിന്മേൽ വീണ്ടും ചോദിക്കുന്നത്. അല്ല, ഞാൻ ചോദിച്ചോട്ടെ പ്ലീസ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് നിലവിലിപ്പോൾ മറുപടി പറയേണ്ട കാര്യമില്ല. മനസ്സിലായല്ലോ? അത് മറുപടി പറയേണ്ട ഒരു ഘട്ടം വന്നാൽ അപ്പോൾ മറുപടി പറഞ്ഞോളാം. അപ്പോൾ നിങ്ങളെ വിളിക്കാം. നിങ്ങളിവിടെ ഉണ്ട്, ഞാനിവിടെ ഉണ്ടല്ലോ. ഇപ്പോൾ മറുപടി പറയേണ്ടതില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ അതിന്മേൽ വേണ്ടി ചോദിക്കുന്നത് എത്ര അനൗചിത്യാണ്. ഞങ്ങൾ ആലോചിക്കും. അത്തരം കാര്യങ്ങൾ ഗൗരവ സ്വഭാവത്തോട് തന്നെ ആലോചിക്കുന്നുണ്ട്. വരും ദിവസങ്ങളെ സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കും, നിങ്ങളറിയും. ശരി. അതീവ ഗുരുതരമായ സാഹചര്യമാണ് രാജ്യത്ത് പ്രവേശന പരീക്ഷകൾ സംബന്ധിച്ചുള്ള വലിയ കുംഭകോണങ്ങളുടെ വാർത്തകൾ പുറത്തു വന്നതിന് ശേഷം രൂപപ്പെട്ടിരിക്കുന്നത്. 4ഓളം പരീക്ഷകൾ മാറ്റിവെക്കുകയോ റദ്ദാക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. അതിലെന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ രക്ഷകർത്താക്കളും അങ്ങേയറ്റം ആശങ്കാകുലരാണ്. ഈ ആശങ്കയെ അഭിസംബോധന ചെയ്യാൻ ഈ നിമിഷം വരെ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഈ പ്രശ്നത്തിൽ കുറ്റകരമായ മൗനമാണ് അവലംബിച്ചത്. DYFIയും SFIയും വളരെ ആദ്യമേ തന്നെ സമാന മനസ്കരായ വിദ്യാർത്ഥി സംഘടനകളെ, യുവജന സംഘടനകളെയെല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധത്തിന് രൂപം നൽകിയിട്ടുണ്ട്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത്
NDA അവസാനിപ്പിക്കണം, ആ സിസ്റ്റം തന്നെ അവസാനിപ്പിക്കണം. ഇപ്പോൾ ഇവർ കമ്മീഷനെ വെച്ചിട്ട് പറയുന്നത് NDAയുടെ എന്തെല്ലാം ലുപ്ഹോളാണ് അടയ്ക്കേണ്ടത്, എന്തെല്ലാം പുതിയ ക്രമീകരണങ്ങളാണ് വരുത്തേണ്ടത് എന്നുള്ളതാണ്. NDA തന്നെ സ്വയം ഒരു പരാജയമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. പിന്നെ എന്തിനാണ് NDAയെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്? പ്രവേശന പരീക്ഷകൾ നടത്താനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്ക് വികേന്ദ്രീകരിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അതാണ് ഞങ്ങളുടെ നിലപാട്. സംസ്ഥാനങ്ങൾക്ക് വികേന്ദ്രീകരിച്ചു കൊടുക്കേണ്ടിയിരുന്ന അധികാരത്തെ, അവകാശത്തെ കേന്ദ്രം കവർന്നെടുത്തു. എന്നിട്ട് സെൻട്രലൈസ്ഡ് സിസ്റ്റം അവർ കൊണ്ടുവന്നു. അപ്പോൾ അത് കൊണ്ടുവന്നത് കേന്ദ്രത്തിൻ്റെ സങ്കുചിത രാഷ്ട്രീയ താല്പര്യങ്ങൾ കാരണമാണ്. ആ സങ്കുചിത രാഷ്ട്രീയ താല്പര്യത്തിനാണ് ഇപ്പോൾ ഈ വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും ആശങ്കക്കുള്ളരാകേണ്ടി വന്നത്, ഭാവി അവതാളത്തിലായത്. അവരുടെ സങ്കുചിത രാഷ്ട്രീയ താല്പര്യങ്ങളുടെ ഇരയായി രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും മാറി എന്നുള്ളതാണ് പ്രശ്നം. ഭാവി തലമുറയുടെ ഭാവി വെച്ചു കളിക്കരുത്. ഇതാണ് കേന്ദ്ര സർക്കാരോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അത് വെച്ച് നിങ്ങൾ രാഷ്ട്രീയം കളിക്കരുത്. അതുകൊണ്ട് അടിയന്തരമായി DYFI ആവശ്യപ്പെടുന്നത് NDA അവസാനിപ്പിക്കണം. NDA എന്ന് പറയുന്ന സിസ്റ്റം അവസാനിപ്പിക്കണം. വികേന്ദ്രീകൃത സംവിധാനങ്ങൾ പുനരാവിഷ്കരിക്കാൻ തയ്യാറാകണം. ഇതോടൊപ്പം വളരെ ഗൗരവ സ്വഭാവമുള്ളൊരു കാര്യം ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഈ പുറത്ത് വന്നിരിക്കുന്നത് മഞ്ഞുമലയുടെ ഒരു അംശം മാത്രമാണ്. ഒട്ടനവധി ഒട്ടനവധി ആശങ്കകൾ ഇതിനു മുമ്പും പല പരീക്ഷകളെ സംബന്ധിച്ചും ഉയർന്നു വന്നിരുന്നു. ഞാൻ ഓരോ പരീക്ഷകളെക്കുറിച്ചും പറഞ്ഞു വരുന്നില്ല. ഇപ്പോൾ മുഴുവൻ കേന്ദ്ര സർവകലാശാലകൾ, രാജ്യത്തെ മുഴുവൻ സർവകലാശാലകൾ, വിവിധ കേന്ദ്ര സർവകലാശാലകളുടെ പരീക്ഷയ്ക്ക് ഒരു യൂണിഫോം പരീക്ഷാ സംവിധാനം അവർ കൊണ്ടുവന്നു. അത് സംബന്ധിച്ച് ആശങ്കകളുണ്ട്. വ്യത്യസ്ത പരീക്ഷകളെ സംബന്ധിച്ച് ആശങ്കകളുണ്ട്. DYFI ഈ കോണ്ടെക്സ്റ്റിൽ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന കാര്യം, രാജ്യത്തെ മുഴുവൻ പ്രവേശന പരീക്ഷകളെ സംബന്ധിച്ചും കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന മുഴുവൻ പ്രവേശന പരീക്ഷകളുടെ നടത്തിപ്പ് സംബന്ധിച്ചും ഒരു ധവളപത്രം പുറത്തിറക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം. ഓരോ പരീക്ഷയെ സംബന്ധിച്ചും പുതിയ ആശങ്കകൾ രൂപപ്പെടുകയാണ്, ആശങ്ക ശക്തിപ്പെടുകയാണ്. നേരത്തെ തന്നെയുള്ള വിവിധ ആശങ്കകൾ, നേരത്തെ തന്നെയുള്ള പലതരത്തിലുള്ള ആകുലതകളെല്ലാം ഇപ്പോൾ ശക്തിപ്പെടുകയാണ്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ നടക്കുന്ന മുഴുവൻ മത്സര പരീക്ഷകളെ സംബന്ധിച്ചും അതിൻ്റെ നടത്തിപ്പിനെ സംബന്ധിച്ച്, അതിൻ്റെ വിശ്വാസ്യതയെ സംബന്ധിച്ച് ഒരു ധവളപത്രം പുറത്തിറക്കാൻ, ഒരു വൈറ്റ് പേപ്പർ പുറത്തിറക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം. രക്ഷകർത്താക്കളുടെയും വിദ്യാർത്ഥികളുടെയും ഭാവി കളിക്കരുത്. ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്ന പരീക്ഷകൾ എന്തായിരിക്കും ഫ്യൂച്ചർ സ്റ്റെപ്പ്, എന്താണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് സംബന്ധിച്ച് എന്ന് ഒട്ടും വൈകാതെ വിദ്യാർത്ഥികളോടും രക്ഷകർത്താക്കളോടും പറയാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണം ശരിയാം വിധം പോകും എന്ന വിശ്വാസവും ഞങ്ങൾക്കില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രോപ്പറായിട്ടുള്ള എൻക്വയറി ഉറപ്പുവരുത്താൻ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ തയ്യാറാകണം.